മഹാനായ ഉമറുൽ ഫാറൂഖ് റോമിന്റെ രാജാവ് കൈസർ ചക്രവർത്തി ഒരു കത്തെഴുതുകയാണ്. ആ കത്തിൽ ഇങ്ങനെയാണുള്ളത്. ഞങ്ങൾ ഇഞ്ചീൽ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്, 7 അക്ഷരത്തിൽ നിന്ന് 7 അക്ഷരമില്ലാത്തൊരു സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ, 7 അക്ഷരങ്ങളില്ലാത്തൊരു സൂറത്ത് ഒരാൾ നിഷ്കളങ്കമായി ഓതിയാൽ ഫലഹുൽ ജന്നാ. അത്ഭുതമാണ് ഫാത്തിഹ. കൈസർ ചക്രവർത്തി ഉമർ തങ്ങളോട് ഒരു കത്തെഴുതുകയാണ്. കത്തിലുള്ളത് ഇങ്ങനെയാണ്: 7 അക്ഷരങ്ങളില്ലാത്തൊരു സൂറത്തുണ്ട്. ആ സൂറത്തെങ്ങാനും ഒരാൾ ഓതിയാൽ ഫലഹുൽ ജന്നാ, അവനിക്ക് സ്വർഗമുണ്ട്. ഇങ്ങനെ ഒരു അക്ഷരങ്ങൾ പറയുന്നു. ഇഞ്ചീൽ എന്ന ഗ്രന്ഥം ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് പരിശോധിച്ചു. പക്ഷേ ഈ 7 അക്ഷരമില്ലാത്ത സൂറത്ത് ഇഞ്ചീലിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഉമറേ, നിങ്ങളൊന്ന് പരീക്ഷിക്കണം, പരിശോധിക്കണം. ഫൽ ഫൻദുറൂ ഹൽ തജിദൂനഹാ ഫീ കിതാബികും. ഉമർ തങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വിശുദ്ധ നബിയുടെ അത്ഭുതകരമായ മുഅ്ജിസത്താകുന്ന ഖുർആൻ എടുത്തൊന്ന് പരീക്ഷിക്കണം ഉമറേ. 7 അക്ഷരങ്ങളില്ലാത്ത ഒരു സൂറത്തുണ്ടോ? ഫാണ്, ജീമാണ്, ഖാണ്, സാഗ്, ഷീന്, ളാഹ്, ഫ എന്ന് തുടങ്ങുന്ന 7 അക്ഷരങ്ങളില്ലാത്തൊരു സൂറത്ത് നിങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് ഉമറെ പരീക്ഷിക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കത്ത് വായിക്കുകയാണ്. ഉമർ തങ്ങൾക്കും പ്രത്യക്ഷത്തിൽ അത്ഭുതമായി പോയി. ഉമർ തങ്ങൾ തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഈ 7 അക്ഷരങ്ങളില്ലാത്ത സൂറത്ത് ഓതിയാൽ സ്വർഗമുണ്ടെന്ന് ഇഞ്ചീലുണ്ട്. ഇഞ്ചീലിങ്ങനെ പരീക്ഷിച്ച് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നോടിങ്ങനെ കത്തിലുള്ളത് ഖുർആനിലുണ്ടോ എന്ന്. അപ്പോ സദസ്സിൽ നിന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, യാ അമീറൽ മുഅ്മിനീൻ, എന്തൊരു ചോദ്യമാണ്! അമീറുൽ മുഅ്മിനീൻ, അത് അത്ഭുതത്തിന്റെ ഗന്ധമാകുന്ന വിശുദ്ധ ഖുർആൻ, അന്ന ഫാത്തിഹൽ കിതാബ് ഖാലിയത്തുൻ അൻ ഹാദിഹിൽ ഹുറൂഫ്. ഉമർ തങ്ങളെ, അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നിങ്ങൾ പറഞ്ഞ കൈസർ ചക്രവർത്തി ഉദ്ദേശിച്ച 7 അക്ഷരമില്ല ഉമറേ എന്ന് ഉബയ്യ് ഇബ്നു കഅബ്. അങ്ങനെ ഉമർ തങ്ങൾ കത്ത് തിരിച്ചെഴുതുന്നു, മറുപടി എഴുതുന്നു, സംഭവങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെ ഈ സന്ദേശമെത്തിയപ്പോൾ കൈസർ ചക്രവർത്തി അത്ഭുതപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ ഫാത്തിഹ സൂറത്താണ് 7 അക്ഷരങ്ങളില്ലാത്ത അത്ഭുത സൂറത്ത്. അത് ഓതിയാൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ആ സൂറത്ത്, അത് വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹയാണ്. ഈ കത്തങ്ങ് വായിച്ചപ്പോൾ അത്ഭുതത്തോടെ കൈസർ ചക്രവർത്തി അസ്ലമ, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു, മുസ്ലിമാകുന്നു. അങ്ങനെ ഇസ്ലാമായി ജീവിച്ച് ആദ്യ ഇസ്ലാമായി മരണപ്പെടുന്നു. 7 അക്ഷരങ്ങൾ ഫാത്തിഹയിലില്ല. ചരിത്രം പഠിക്കുമ്പോ ആ 7 അക്ഷരങ്ങളുടെ ഓരോ വിശദീകരണം പഠിക്കുമ്പോ അത്ഭുതമാണ്. അപ്പോൾ ആ 7 അക്ഷരത്തിൽ നിന്നൊരു പ്രൊട്ടക്ഷനാണ്. 7 അക്ഷരങ്ങളും ഒരു അത്ഭുതത്തിന്റെ നരകവുമായി ബന്ധപ്പെട്ട വിശദീകരണമാണുള്ളതെന്നും മഹാന്മാർ. അതുകൊണ്ട് അത്ഭുതമാണ് സൂറത്തുൽ ഫാത്തിഹ. നമുക്കൊക്കെ മനപ്പാഠമുള്ള സൂറത്തുൽ ഫാത്തിഹ ഓരോ ദിവസവും നിർബന്ധമായി 17 തവണ നമ്മൾ പാരായണം ചെയ്യുന്ന അത്ഭുതമാണ്. മനസ്സിൽ തട്ടിയിട്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സൂറത്ത് വല്ലാത്ത അത്ഭുതമാണ്. മറ്റൊരു ഗ്രന്ഥത്തിനുമില്ല. തൗറാത്തിലില്ല, ഇൻജീലിലില്ല, സബൂറിലില്ല. ഈ ഗ്രന്ഥങ്ങൾ പല സൂറത്തും പല ഗ്രന്ഥങ്ങളിലുണ്ട്. ഫാത്തിഹ സൂറത്ത് അത് ഖുർആനിന്റെ അമാനുഷികതയാണെന്ന് മുഹമ്മദ് മുസ്തഫ